വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആയിട്ടുള്ള പഞ്ചാബി സമോസയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഈ ഒരു പഞ്ചാബി സമോസ ഉണ്ടാക്കുകയും അതുപോലെ കുറേ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ കുറേ ട്രയൽസ് നടത്തിയിട്ട് അവസാനം എനിക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഇത് എക്സാക്റ്റായിട്ട് പഞ്ചാബി സമോസ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ്. പഞ്ചാബി സമോസ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു സമോസയിൽ ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല. മാത്രമല്ല പഞ്ചാബി സമോസയുടെ സ്പെഷ്യാലിറ്റി അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കഴിക്കാൻ. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ആദ്യം തന്നെ സമോസയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് വലിയൊരു ബേസിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. സമോസ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഓമോ ആണ്. അജ്വൈൻ, കാരം സീഡ്സ് എന്നൊക്കെ പറയും. ഈ ഓമപ്പൊടി കൊണ്ടുള്ള ഒരു സ്നാക്സ് നമ്മുടെ ചാനലിലിട്ടുണ്ട്, ഓമപ്പൊടി. അപ്പോൾ ഇതും 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഇതിട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. മാത്രമല്ല വയറിന് നല്ലതാണ് കഴിക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചാബി സമോസ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ചെയ്യണത്. നിങ്ങളിതിൻ്റെ പകുതി എടുത്തിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് തന്നെ ചേർക്കണം കേട്ടോ. ഇതിന് പകരം ഓയിൽ ചേർക്കാവോ ചോദിച്ചാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നെയ്യ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുക. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പുട്ടിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. ഇങ്ങനെ തിരുമിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 2 കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കാം. ഇതുപോലെ കൈ ഞാൻ ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മാവ് എടുത്തിട്ട് 2 കൈയുടെ ഇടയിലും ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. മാവ് നല്ല ക്രംബ്ലി ആയിട്ട് ഉണ്ടാവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. മാവ് കറക്റ്റായിട്ടുള്ള ആ ഒരു സ്റ്റേജ് എത്തിയോ എന്നുള്ളത് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കണ സമയത്ത് അത് നന്നായിട്ട് ആ ഷേപ്പ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ മാവ് ഇനിയും ആയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ അധികം ലെങ്തിയായി പോവാതിരിക്കാനായിട്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ട കേട്ടോ. പക്ഷേ ചില റെസിപ്പീസ് നമ്മൾ കുറച്ച് സമയമെടുത്ത് പറയേണ്ടതായിട്ടും കാണിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആവണം കേട്ടോ. ആ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോയും കുറച്ച് ലെങ്ത് കൂടിപ്പോയി. മാവ് കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ എത്തിയോ എന്ന് അറിയാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കണ സമയത്ത് ഇപ്പോൾ കണ്ടോ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് പൊടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പൊടിഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് സമോസയ്ക്ക് വേണ്ട ഒരു ഇത് കേട്ടോ, പദം എന്നൊക്കെ പറയില്ലേ അത്. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളമാണ് കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത്. സമോസ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് സമോസയിൽ കുറേ ബ്ലിസ്റ്റേഴ്സ് കാണും. ഇങ്ങനെ പൊള്ളം പോലെ കാണില്ലേ, അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എടുക്കണ മൈദ ഓരോ രീതിയിലായിരിക്കും വെള്ളം അബ്സോർബ് ചെയ്യേണ്ടാവുക. എനിക്കിവിടെ വേണ്ടി വന്നത് 1/2 കപ്പും 3 ടേബിൾ സ്പൂൺ വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ മാവിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോവും. വിചാരിച്ച ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒന്നും കിട്ടില്ല. പിന്നെ മാവിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നല്ലോണം എണ്ണയും കുടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. മാവ് വൺസ് നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ആ മാവിലേക്ക് കുത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ സമോസയുടെ മാവ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിരിക്കും വേണം, അതേസമയം നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവണം.
അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ എന്ന് പറയണത്. ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ മാവ്. അപ്പോൾ നമ്മുടെ സമോസ ഡോ റെഡി ആയിട്ടുണ്ട്. ഒരു ടവൽ കൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് 30 മിനിറ്റിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റിംഗ് ടൈം അത്യാവശ്യം കേട്ടോ, എന്നാലാണ് ഇത് നന്നായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. മാവ് കുഴക്കണതിന് മുമ്പായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചു. ഇതിൽ 1/2 കിലോയിൽ കൂടുതലുണ്ട്. നിങ്ങൾ ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ 1/2 കിലോയുടെ അടുത്തായിട്ട് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ മറ്റേ ഡ്രൈ പീസ് ഉണ്ടല്ലോ, അത് കുതിർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചാലും മതി. അടുത്തത് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക. 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇതൊക്കെ. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇടികളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് 1.5 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ, മല്ലിപ്പൊടി. ഇനി ഇത് ഒന്നും പാതിയായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിയരുത്, ഇങ്ങനെ കടിക്കാൻ കിട്ടണ രീതിയിൽ വേണം ഉണ്ടാവാനായിട്ട്. മല്ലി ഉണ്ടെങ്കിൽ അതന്നെ ഇടൂ കേട്ടോ, പൗഡറേക്കാട്ടിലും നല്ലത് അതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചില്ലേ മസാല പൗഡർ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ സമയം ഫ്ലെയിം ലോയിൽ വേണം ഉണ്ടാവാനായിട്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇതും 1 മിനിറ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇനി വേവിച്ച് കഷ്ണങ്ങളാക്കി വെച്ച ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് ഞാൻ ബോയിൽ ചെയ്ത് വെച്ച പീസുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് പീസാണെങ്കിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്. ഉലുവച്ചീരയില്ലേ, അത് ഉണക്കി പൊടിച്ചതാണത്, അതും ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വൺസ് ഇത് മിക്സായി കഴിഞ്ഞാൽ ഫ്ലെയിം ഹൈയിലിടുക. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ അനക്കാതെ വെക്കണം. അപ്പോൾ ഇതിൻ്റെ അടിവശം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണ സമയത്ത് അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് ഇതുപോലെ കുറച്ച് നേരം വെക്കണം. റോസ്റ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക സ്വാദല്ലേ, അതാണ് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടത്. ഒരു വശം മൊരിഞ്ഞ് കിട്ടിയാൽ അടുത്ത വശം ഇതുപോലെ വെച്ച ശേഷം എല്ലാം ഒരുപാട് മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഒരുവിധം ആയി വരുന്ന സമയത്ത് ഒരു മാഷർ കൊണ്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് മാഷ് ചെയ്ത് പേസ്റ്റ് ആക്കരുത്. ഇത് ഉരുളക്കിഴങ്ങ് കടിക്കാൻ കിട്ടുന്ന രീതിയിലും വേണം കേട്ടോ. കുറച്ച് മാഷ് ചെയ്യണം, കുറച്ച് മാഷ് ചെയ്യാതെ അങ്ങനെ തന്നെ വേണം. ആ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഫില്ലിങ്സ് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുക്കണം. പരത്തണതിന് മുമ്പായിട്ട് ക്രാക്സ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടുക, പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ ചെയ്യണ ഒരു രീതി ഷെയർ ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി അതിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് തൊട്ടിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് ചെയ്യണ പോലെ റൗണ്ടായിട്ടല്ല, ഓവലായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ
ഒരുപാട് കട്ടിയും പാടില്ല, ഒരുപാട് സന്നവും പാടില്ല. ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ഒരു ഡിഷ് ഉണ്ടാക്കണതിനെക്കാട്ടിലും സമയമെടുക്കും വീഡിയോ എടുത്ത് ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ തുണി കൊണ്ട് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഇനി ഇത് 2 പോർഷനായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇനി ഇതിന്ന് ഒരു പോർഷൻ മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പോർഷൻ ചെയ്തെടുക്കാം. ഇനി വെള്ളം കൊണ്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. കവർ ചെയ്യണ സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി വീതിയുള്ള ഭാഗം ഇതുപോലെ 2 ഭാഗത്തുനിന്ന് കൂട്ടിപ്പിടിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ മുകളിലായിട്ട് വെച്ച ശേഷം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഈ ഇതൊക്കെ എങ്ങാനും വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മസാലയൊക്കെ എണ്ണയിൽ പോയി ആകെ നാശമായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറയണത്. ഇനി നമ്മൾ ഈ ഒട്ടിച്ച ഭാഗം 2 വിരലിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വെക്കുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിനകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് വെക്കണ സമയത്ത് ഗ്യാപ്പ് ഇല്ലാതെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ എയർ കയറും. ഇതുപോലെ ചെയ്താൽ മതി. ഒരുപാട് മോള് വരെ ഫില്ലിങ്സ് നിറയ്ക്കണം എന്നില്ല കേട്ടോ. ഇനി വെള്ളം കൊണ്ട് വീണ്ടും സൈഡ്സൊക്കെ ഒന്ന് നനച്ച ശേഷം ഇതതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അതിന് ശേഷം ഈ 2 ഭാഗം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. ഇനി എല്ലാ സൈഡ്സും ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മസാല പുറത്ത് വരാതിരിക്കാനാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയണത്. പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ വേണം ഉണ്ടാവാനായിട്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാം. ഓരോ സമോസ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ടിട്ട് കവർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. കുറച്ച് സമോസ മീഡിയം സൈസിലും കുറച്ച് എണ്ണം ചെറിയ സൈസിലുമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ എനിക്ക് ഒരു 10-18 സമോസാസാണ് കിട്ടിയത് കേട്ടോ. ഇനി സമോസ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തിളയ്ക്കണ സ്റ്റേജ് വരെ എത്തരുത് കേട്ടോ. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓരോ സമോസയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സമോസ ഇടണ സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഉണ്ടാവാനായിട്ട്. എല്ലാ സമോസയും ഇട്ട ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ലോയിലേക്ക് ആക്കണം. സമോസ എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കാനായിട്ട് നിൽക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞാൽ പതുക്കെ ഇതുപോലെ അപ്പുറവും ഇപ്പുറമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറുഭാഗം ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല ഒരു ബിസ്ക്കറ്റിൻ്റെ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പ്രോസസ്സിന് ഒരു 10-12 മിനിറ്റ് എടുക്കും കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണത് കൊണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ അകം വേവില്ല, നല്ല കറക്റ്റായിട്ടുള്ള ആ ടെക്സ്ചറിൽ സമോസ കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ എണ്ണയുടെ ടെമ്പറേച്ചർ. ചെന്നൈയിലിരിക്കുന്ന സമയത്ത് നല്ല നല്ല ബേക്കറികളിൽ നല്ല സൂപ്പറായിട്ടുള്ള പഞ്ചാബി സമോസാസ് കിട്ടും. സത്യം പറഞ്ഞാൽ അതിന് അഡിക്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങി കഴിക്കാറുള്ളായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ പിന്നെ ഇത് കിട്ടാതെയായി. ഞങ്ങളുടെ ഏരിയയിൽ ഒട്ടും കിട്ടാനില്ല. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ബേക്കറികളിലൊക്കെ വാങ്ങണതിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടെന്ന് പറയാം, 100% ഇല്ലെങ്കിലും. അപ്പോൾ ഞാൻ അതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും വന്ന് കുറച്ച് എടുത്തിട്ട് പോയി. ബാക്കിയുള്ളതാണത് കേട്ടോ. എന്ത് രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ബേക്കറിയിലൊക്കെ വെച്ചൊരു ഫീലായിരുന്നു എനിക്ക്.
ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഞാൻ ആദ്യമായിട്ട് കേട്ടോ ചെയ്യണത്. സമോസ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, അപ്പോൾ അതിന് കൂട്ടി കഴിക്കാനായിട്ട് ഒരു ഡിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രീൻ ചട്നി. അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റൊരവസരത്തിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ആണ്. സമോസ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞാൽ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റായിട്ടുള്ള സമോസയാണ്. അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കണത് കുറേ നേരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പഞ്ചാബി സമോസയുടെ വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. Thank you.